മശായിഖന്മാരോട് ബന്ധമല്ലെങ്കിൽ പിന്നെ മശായിഖന്മാരെ ബന്ധപ്പെട്ട വല്ലതും മനസ്സിലാവുമോ? കറാമത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ ബന്ധപ്പെട്ടതല്ലേ? മഹാന്മാരുടെ കലാമുകൾ അത് അവർ പറയുന്നതാണ്. ഇതിനെക്കുറിച്ച് വല്ല ധാരണയും കിട്ടണമെങ്കിൽ മഹാന്മാരുമായി ബന്ധം വേണം. ആ ബന്ധമില്ലേ നഷ്ടപ്പെട്ടു പോയി. ആ ബന്ധമില്ലാത്ത ആളുകൾ ഒരു കാലത്തും സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. വളരെ വ്യക്തമാണ് ഈ കാര്യം. പക്ഷെ ഇവരെന്താ ചെയ്യണം നോക്ക്. ഇവർ മശായിഖന്മാരെ സന്നിധിയിലേക്ക് പോകണില്ലല്ലോ. എന്താണ് മഹാന്മാരായിട്ടുള്ള ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചത്? വളരെ വ്യക്തമായി മഹാന്മാർ പഠിപ്പിച്ചു. നമ്മുടെ ഇമാമിയങ്ങളെ പാരമ്പര്യമെല്ലാം അതാണ്. സാധാരണക്കാരനായാലും പണ്ഡിതന്മാരായാലും മശായിഖന്മാരെ ബന്ധം വേണം. അതിലെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇമാം ഷാറാനി തങ്ങൾ അവിടുത്തെ ലവാഖിഹുൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഷാറാനി ഇമാം പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനും അവൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ മുർഷിദായ ഒരു ഷെയ്ഖുമായി ബന്ധം സ്ഥാപിക്കൽ നിർബന്ധമാണ്. ലിതസ്ഹിഹ സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം ശരിപ്പെടണമെങ്കിൽ, അവൻ്റെ ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ മശായിഖന്മാരുമായിട്ടുള്ള ബന്ധം അത് നിർബന്ധമാണ്. കാരണം നിസ്കാരം നിർബന്ധമാണ്. ആ നിർബന്ധമായിട്ടുള്ള കർമ്മം സ്വീകരിക്കപ്പെടാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം അതിൽ അനിവാര്യമാണ്. ആ രൂപത്തിൽ മഹാനരായ ഇമാം ഷാറാനി തങ്ങൾ ലവാഖിഹുൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന് വലുതാക്ക്. ബഹുമാനപ്പെട്ടവരുടെ ഇബാറത്ത് താഴത്ത് മുകളിൽ അതിൽ കാണാം. കണ്ടോ? മാലാ യുതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ വലാ ശക്ക അന്ന ഇലാജൽ അംറാദിൽ ബാത്തിനിയ മിൻ ഹുബ്ബിദ് ദുനിയ വൽ കിബ്രി വൽ ഉജ്ബി വൽ റിയാ വൽ ഹസദ് വൽ ഹിഖ്ദി വൽ ഗില്ല് വൻ നിഫാഖ് വനഹ്വിഹാ, അതെല്ലാം ഹായിലത്തുൻ വാജിബുൻ കമാ തഷ്ഹദു ലഹുൽ അഹാദീസുൽ വാരിദ ഫീ തഹരീമി ഹാദിഹിൽ ഉമൂർ ഫഉലിമ അന്ന കുല്ല മൻ ലം യത്തഖിദ് ലഹു ശൈഖൻ യുർഷിദുഹു ഇലൽ ഖുറൂജി മിൻ ഹാദിഹിൽ മുഫ്സിദാത്ത്. വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിക്കണം. നമ്മളോട് നിസ്കാരിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ അസ്ർ നിസ്കരിച്ചു, ഇനി മഗ്‌രിബിൻ്റെ സമയമായി, 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. അതിന് വുളൂ എടുക്കൽ നമുക്ക് നിർബന്ധമാണ്. നോമ്പ് നോൽക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇതുപോലെ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഹസദ് പാടില്ല, കിബർ പാടില്ല, റിയാ പാടില്ല. ഇതെല്ലാം ഒഴിവാക്കണം. ഹസദ് കൊണ്ടുള്ള ഫസാദ് എത്രയാണ്. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാൻ അതിൻ്റെ ഡോക്ടർമാരെ കാണണം. അതിൻ്റെ ഡോക്ടർമാരാരാ? അതാണ് അള്ളാഹുവിൻ്റെ മശായിഖന്മാർ. കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അത് മഹാന്മാർക്കാണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് നാം എൻ്റെ ദൂതരെ നിശ്ചയിച്ചു തന്നു. യുഅല്ലിമുഹും വയുസക്കീഹിം, നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. വയുസക്കീഹിം, നിങ്ങളുടെ ഹൃദയ ശുദ്ധീകരണം, ആത്മാവിൻ്റെ ശുദ്ധീകരണം എല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം ആ രൂപത്തിൽ നൽകപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഖലീഫയായി നിങ്ങളിലേക്ക് റസൂലിനെ നിശ്ചയിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് നിർബന്ധമാണ്. നിസ്കാരം മാത്രമല്ലല്ലോ നിർബന്ധം. ഹസദ് ഒഴിവാകണം. അത് നിസ്കരിക്കും പോലെ എളുപ്പമുള്ള കാര്യമല്ല. അത് എങ്ങനെ സൗകര്യമാകും? കുറേ കിതാബ് ഓതി പഠിച്ചത് കൊണ്ട് കാര്യമല്ല. ശ്രദ്ധിക്കണം. കുറച്ച് കിതാബ് ഓതി പഠിച്ചത് കൊണ്ട് ഇത് നീങ്ങോ? കിതാബ് ഓതിയ ആളുകൾക്ക് ഇത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ചാണല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ മശായിഖന്മാരോടുള്ള ബന്ധം, ആ സ്വഹബത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഹിദായത്തും ഈമാനും നിലനിൽക്കുക. ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്നു, നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. നോക്കൂ നിങ്ങൾ, മഹാനരായ ഇമാം അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ഗസ്സാലി ഇമാം എന്ന് പറഞ്ഞാൽ ഇനി അതിനേക്കാൾ വലുത് പറയണോ?
ആർക്കും അറിയില്ലേ? എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഇമാമല്ലേ? എത്രയാണ് അവരുടെ ഷറഫ്, അവരുടെ പാണ്ഡിത്യ സാഗരം പറയേണ്ടതുണ്ടോ? അത്രയും വലിയ വിജ്ഞാനത്തിൻ്റെ എല്ലാ ഫന്നിലും മികവ് നേടിയ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഗസ്സാലി ഇമാം വലിയ ദർസൊക്കെ നടത്തി. പക്ഷെ ഗസ്സാലി ഇമാം പറയാ സുമ്മ ലാഹൽതു അഹ്വാലി. ഗസ്സാലി ഇമാം തന്നെ എഴുതിയ കിതാബാ. അവിടെ അൽ മുൻഖിദു മിനൽ ളലാൽ, വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. അതിൽ കാണാൻ ഞാൻ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. ഏത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചിന്ത വേറെ നടത്തിക്കോളി. ഇതിനൊക്കെ നടക്കണ ഈ മുഷാവറ ദീനിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നിങ്ങളെ സ്വന്തം കാര്യം ചിന്തിച്ചു നോക്ക്. ഗസ്സാലി ഇമാമര സുമ്മ ലാഹൽതു അഹ്വാലി, എൻ്റെ കഥ ഞാനൊന്ന് ചിന്തിച്ചു. ഫഇദാ അന മുൻഗമിസുൻ ഫിൽ അലായിഖ്, ഞാൻ ഒരുപാട് ദീനിൻ്റെ ശരിയായ മാർഗത്തിൽ കൂടെയല്ല എൻ്റെ പോക്കെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വല്ലാതെ ചിന്തിച്ചു. ഞാൻ ഒരുപാട് ദർസ് നടത്തുന്നു. ബഹുമാനപ്പെട്ടവർ പറയാ വലാഹൽതു അമാലി, എന്താണ് ഇപ്പം എൻ്റെ ജോലി? ഞാനൊന്ന് ചിന്തിച്ചു. എന്താണ് ഇപ്പം നമ്മളെ ജോലി? അപ്പോൾ ബഹുമാനപ്പെട്ടവർ അഹ്സനുഹ അത്തദ്രീസു വത്താലിം, എൻ്റെ ജോലി ഇപ്പം എന്താ? ദർസ് നടത്തുക എന്നുള്ളതാണ്. ഞാൻ കിതാബ് ഓതി കൊടുക്കുക. അതല്ല ഇപ്പം നമ്മുടെ നാട്ടിലെ കുറേ ഉസ്താദ്മാർ പറയല്ലേ, സുബിഹിൻ്റെ ആശാൻ തുടങ്ങിയാൽ രാത്രി 10 മണി വരെ മൂപ്പർക്ക് ദർസാണ്. പക്ഷെ ഈ ദർസ് മക്ബൂലാണോ അല്ലേ? ഇത് വേറെ ചിന്തിക്ക്. ദർസ് നടത്തിയിട്ട് കാര്യമല്ല. അത് കുറേ മാഷന്മാരുമില്ലേ, അതും ഇൽമന്നല്ലേ. ഗസ്സാലി ഇമാം പറയാ വഅഹ്സനുഹു അത്തദ്രീസു വത്താലീം. അപ്പോൾ ഇതിനോടൊക്കെ ഒരാൾ മൂല്യരെ വേദ കേട്ടു. അയാൾ ചെങ്ങാനി അബ്ദുള്ള മൗലവിനെ പറ്റി പറയാണ്. അള്ളാഹ് അമ്പിയ ഔലിയാക്കളെ ഇൽഹാമൊന്നും തെളിവല്ല എന്നൊക്കെ പുറത്ത് പ്രസംഗിച്ച, മുജാഹിദിനിക്ക് വലിയ വേരോട്ടുണ്ടാക്കി കൊടുത്ത ആ ചെങ്ങാനി അബ്ദുള്ള മൗലവിനെ പറ്റി ഇയാൾ പറയാം, ഞാൻ മൂപ്പര റൂമിലേക്ക് ചെന്നപ്പം മാഷാ അല്ലാഹ് മൂപ്പര് കിതാബ് അങ്ങനെ മുത്താല ചെയ്യാണ്, ഞാൻ വന്നതറിഞ്ഞിട്ടില്ല. അതൊക്കെ സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അടുക്കളയൊക്കെ ചെന്ന അമ്മമാരൊന്നും അറിയില്ല, ഓലോടെ കറി ഉണ്ടാക്കണം ധൃതിയിലേക്കാരം. ഇയാൾ മുത്താല ചെയ്യുന്ന കിതാബേ തന്നെ ഉല്ലാസനാണ്. ഇത് പാടില്ല എന്ന് ഇവിടെ സമസ്ത വാസാക്കിയ കിതാബ്. അത് ഇതൊക്കെ എങ്ങനെ ഇബാദത്തായി മാറണം? ഫുൾ ടൈം മന്തിക്കിൽ ഏടാകൂടങ്ങളിൽ ടൈം കളിയുന്ന ആൾക്കാർ. അപ്പോൾ ഗസ്സാലി ഇമാം പറയാം ഇപ്പം വലിയ അമലായി തോന്നിയത് തദ്രീസാണ്. പക്ഷേ നോക്കണം ഇമാം ഗസ്സാലി തങ്ങളെ വാക്ക്, ഫഇദാ അന ഫീഹാ മുഖ്ബിലുൻ അലാ ഉലൂമിൻ ഗൈരി മുഹിമ്മ, ഞാൻ ദർസ് നടത്തുന്നത് തന്നെ കൂടുതൽ ഗ്രന്ഥങ്ങളും മുഖ്യമായ വിഷയങ്ങളല്ല. ഇപ്പോഴത്തെ പല ആൾക്കാരുടെ അവസ്ഥ. വല നാഫിഅത്തുൻ ഫീ ത്വരീഖിൽ ആഖിറ, ഒരു പരലോകത്തിന് ഉപകാരമുള്ള ഒന്നുമല്ല അന്നുള്ള പല ഏടാകൂടൻ കിതാബുകളാണ് ദർസ് നടത്തുന്നത്. സുമ്മ തഫക്കർതു ഫീ നിയ്യതി ഫി തദ്രീസ്, ഇനി ഖുർആനും ഹദീസൊക്കെ തന്നെ ദർസ് നടത്തേണ്ട ആ ദർസിൽ എൻ്റെ നിയ്യത്ത് എന്താണ്? ഞാൻ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പറയാം ഫഇദാ ഹിയ ഗൈറു ഖാലിസത്തിൽ ലിവജ്ഹില്ലാ, അതിലൊന്നും എൻ്റെ നിയ്യത്ത് ശരിയില്ല എന്ന് ഞാൻ എന്നോട് തന്നെ സ്വയം വിചാരണ നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് മഹാനരായ അബൂ ഹാമിദിൻ ഗസ്സാലി. എന്താ പിന്നെ ചരിത്രം? ബഹുമാനപ്പെട്ടവർ ആ ദർസെല്ലാം ഒഴിവാക്കി ബഗ്ദാദിൽ നിന്ന് അവർ യാത്ര പോവുകയാണ്. പാഠമില്ല അതിൽ. മശായിഖന്മാരെ സന്നിധിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഗസ്സാലിമാനോട് എന്താ അപ്പോൾ ഷെയ്ഖ് പറഞ്ഞത്? ആ ചൂലെടുത്ത് അവിടേക്ക് അടിച്ചു വാരുന്ന പണിയെടുക്കുക. അതാണ് മഹാന്മാരെ സന്നിധിയിലെത്തണം. അത് എല്ലാവരും എത്തണം. ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, കിതാബ് പഠിച്ചുകൊണ്ട് കൽബിൻ്റെ ഹസദും കിബറും ഉജുബും റിയാവും പോകൂല. അത് പോകുകയാണെങ്കിൽ ഗസ്സാലിക്ക് പോവും. പോകാനുള്ള എല്ലാ ഫന്നും മൂപ്പര് പഠിച്ചിനല്ലോ. പഠിച്ചിട്ട് കാര്യമില്ല, അത് പോകൂല. അതിൻ്റെ വലിയ ചരിത്രമാണ് ഗസ്സാലി ഇമാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കൂ, ഇന്ന് തലപ്പാവ് ധരിച്ച് ഈ ടീം ദീനിൻ്റെ അടിസ്ഥാനപരമായ മശായിഖന്മാരെ സന്നിധി അവർ തള്ളുകയാണ്. ഇപ്പം കണ്ടെങ്കിൽ ആ വാളക്കുളത്തിലാ ചങ്ങായി ഇപ്പം 2-3 ദിവസം മുമ്പതാ പ്രത്യേകമായി ഇവരെ പ്രധാനപ്പെട്ട എഴുത്തുകാരന് സുന്നി വോയിസിലൊക്കെ വലിയ മുഫ്തിയാണ്. ആ ചങ്ങായിൻ്റെ 1-2 ക്ലിപ്പൊന്ന് കേട്ടോളൂ നിങ്ങൾ. ആർക്കാണ് ഷെയ്ഖ് വേണ്ടത്? സാധാരണക്കാർക്കൊന്നും മശായിഖന്മാരെ വേണ്ടതില്ല. പിന്നെ മശായിഖന്മാരെ വേണ്ടത് പണ്ഡിതനാണ്. എന്തൊക്കെയോ വിളിച്ചു പറയാം. ഒരു തുണ്ടൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. എല്ലാവർക്കും മുറബിയായ ഷെയ്ഖ് വേണോ? അത് വേണ്ടതില്ല. എല്ലാവർക്കും മുറബിയായ ഷെയ്ഖ് വേണ്ടതില്ല. മുറബിയായ ഷെയ്ഖ് വേണ്ടത് സാലിക്കിനാണ്. സാലിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്ന മുരീദന്മാരായ ആളുകൾക്കാണ് സാലിക്ക് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം.
യഅലം അന്നഹു യംബഗി ലിസ്സാലികി ശൈഖുൻ മുർഷിദുൻ മുറബ്ബിൻ ലി യുഖ്രിജൽ അഖ്ലാഖ ദമീമത മിൻഹു ബിതർബിയത്തിൻ. സാലിക്കായ മുരീദായ ആൾക്ക് അദ്ദേഹത്തിന്റെ മ്ലേച്ഛമായ സ്വഭാവത്തിൽ നിന്നും മറ്റും അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു മുറബ്ബിയായ ഷെയ്ഖ് വേണം. വയജഅലു മകാനഹാ ഖുൽഖൻ ഹസനൻ. മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ എടുത്തു മാറ്റി അതിന് പകരം നല്ല സൽസ്വഭാവങ്ങളും ആത്മീയതയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മുറബ്ബിയായ ഷെയ്ഖ് വേണം. ഞാൻ ബാക്കി കേട്ടോളി. അപ്പം മുരീദ് പിന്നെ അത് എല്ലാവർക്കും ഒന്നും ഷെയ്ഖ് ആവശ്യമില്ല, സാലിക്കിനാണ് ആവശ്യം. എന്താ ഈ സാലിക്ക് എന്ന് പറഞ്ഞാൽ? സലക്കാന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ തന്നെ അസാലിക്കു ഇലാ ത്വരീഖിൽ ആഖിറ, പരലോക വഴിയിലേക്ക് പ്രവേശിച്ചാലൊക്കെ സാലിക്ക. എന്താ നിങ്ങൾ മനസ്സിലാക്കി? എന്നിട്ടൊരു സാലിക്ക് എന്നൊക്കെ അറബി പറഞ്ഞാണ്ട് ആളുകളെ കണ്ണുപൊടിയില്ല. എന്നിട്ട് സാധാരണക്കാർക്കൊന്നും വേണ്ട. അതിൻ്റെ ഉദ്ദേശം എന്തായി ഓസാലിമ പറഞ്ഞ്? എന്തിനാ ഷെയ്ഖ്? അവൻ്റെ ഹൃദയത്തിലുള്ള കേടായിട്ടുള്ള ഹറാമാണെന്ന് ഹദീസിലൊക്കെ വന്ന ദുസ്വഭാവങ്ങളെ നീക്കി നല്ല സ്വഭാവങ്ങളെ ഹൃദയത്തിലാക്കി കൊടുക്കാൻ ഇത് സാധാരണക്കാർക്ക് വേണ്ടേ? പിന്നെ പണ്ഡിതനാണ് വേണ്ടത്. അടുത്ത കുടുംബം അസാധ്യവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുരീദാകണമെങ്കിൽ ആദ്യം നല്ല പണ്ഡിതനായിരിക്കണം. അഥവാ തസ്കിയയും ഫിഖ്ഹും തസവുഫും ഒക്കെ അറിയുന്ന പണ്ഡിതന്മാരായ ആളുകൾക്ക് മുരീദന്മാരായി മാറാൻ കഴിയുകയുള്ളൂ. കണ്ടോ? എന്തോല്ലോ വിളിച്ച് തോന്നിയാസം പറയാം. പരിശുദ്ധമായ ദീനിൻ്റെ മാർഗം എല്ലാവർക്കും ഷെയ്ഖ് നിർബന്ധം. സാധാരണക്കാർക്ക് ഹൃദയശുദ്ധിയാണ്ടേ? അയാൾ പറയാം സാധാരണക്കാർക്ക് ഇത് ആവശ്യമില്ല, പിന്നെ പണ്ഡിതന് ഇത് ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയുമ്പോൾ ഇതിപ്പോൾ വേറെ യോഗത്തിൽ പോയി ഉലമാ സമ്മേളനത്തിൽ എന്താ പറയല്ലേ? പണ്ഡിതന്മാർ അങ്ങനെ ഷെയ്ഖിനെ തേടി പോണ്ട, നമ്മളെ കിതാബ് അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇപ്പോൾ പറയാം പണ്ഡിതനാണ് ഇതിൻ്റെ ആവശ്യം. പണ്ഡിതന്മാരിതിന് തീരെ പോകണില്ല, പണ്ഡിതനായാലും പോകണം എന്നാണ് ഇമാമിയങ്ങൾ. അതല്ലേ ഇമാമിങ്ങളുടെ പ്രയോഗം. ഏതൊരാൾക്കും, അതാ നേരത്തെ ഇമാം ഷാറാനി തങ്ങളുടെ ഉദ്ധരണി, ഏതൊരാൾക്കും അത് നിർബന്ധമാണ്. എന്നിട്ട് മുബാലകത്തം പറയാണ്, അവൻ ആലിമാണെങ്കിലും വലൗ ഹഫിള അൽഫ കിതാബിൻ, ആയിരക്കണക്കിന് കിതാബ് പഠിച്ച പണ്ഡിതനാണെങ്കിലും ശരി മശായിഖന്മാരെ സന്നിധിയിലേക്ക് പോകണം. കാരണം ഹൃദയം ശുദ്ധിയാക്കുന്ന സന്നിധി അവരാണ്. എന്നിട്ട് സാധാരണക്കാർക്ക് ഇത് വേണ്ടേ? മൂല്യാർക്ക് എന്തായാലും വേണം. എന്നിട്ട് മുസ്ലിയാമാർ പണ്ഡിതന്മാർക്കാണ്. എന്നിട്ട് പണ്ഡിതൻ പോണില്ലല്ലോ. ഈ കാലത്തുള്ളവരെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വാദം പറഞ്ഞ് പാണ്ഡന്മാരായി മാറുകയാണ്. മശായിഖന്മാരെ കൊള്ള പോകുന്ന ഭാഗം തടയുക. ഒരാൾ എന്താ ഈ മുരീദ് ഇതൊക്കെ പറഞ്ഞ ആളെ കോമളിയാക്കുക. അള്ളാന്റെ മാർഗം ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അത് സാധാരണക്കാരൻ പണ്ഡിതൻ എന്ന വിവേചനം അവിടെ ഇല്ല. എല്ലാവർക്കും അത് നിർബന്ധമാണ്. ഏതുപോലെ മാ അന അലൈഹി വസ്വഹാബി, ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ഷെയ്ഖ് വേണ്ടത് സാലിക്കിനാണ്. അതിന് വലിയ വിവരം എന്താണ്? റസൂലുള്ളാഹിന്റെ സന്നിധിക്ക് ഒരാൾ വരികയാണ്. എന്താ ആളെ കാണാൻ വരിക? റസൂലല്ലേ ഏറ്റവും വലിയ ഷെയ്ഖ്. കിതാബൊക്കെ പഠിച്ചണോ? അക്കീദൊക്കെ തസവുഫും ഇതൊക്കെ പഠിച്ചണോ? ഒക്കെ പഠിച്ച് തഹസീലായിട്ടുണ്ട് വാ. ഇങ്ങനെയുണ്ടോ? റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ മുഴുവൻ ആളുകളും, അതിൽ 99% ആളുകളും പക്കാ സാധാരണക്കാരാണ്. അവരെ സന്നിധിയിലെത്തിയാൽ അവർക്കറിയാം ഈ വേണ്ട ആൾക്ക് എന്തൊക്കെ വിജ്ഞാനം കൊടുക്കണം. അത് അഖീദയും തസവുഫും ഫിഖ്ഹും എല്ലാം അവർ നൽകും. അവരാണത് നൽകാൻ കഴിവുള്ള ആളുകൾ. ദീനിൻ്റെ പേരിൽ എന്തെല്ലാം പറയാം. റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ അങ്ങനെ ആര് വന്നാലും ആലിമീങ്ങൾ വരെ അവിടെ വരണം. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉലമാഇന് അങ്ങനെ കൂടുതൽ മുത്തുനബിയുടെ അടുത്തേക്ക് വരാൻ തൗഫീഖ് ഉണ്ടായില്ല. അവർ പറഞ്ഞു നമ്മളെ കിതാബ് മതി. അതാ അല്ലാഹു പറഞ്ഞ യാ അഹ്ലൽ കിതാബ്. ഇവർ നോക്ക്, ഇവർ മശായിഖുമാരെ സന്നിധിക്ക് പോകൂല. പോകണ സാധാരണക്കാരെ ബ്ലോക്ക് ചെയ്യുക. അങ്ങോട്ടൊക്കെ പോകണ ഈ കിതാബെല്ലാം ഓതി പഠിക്കണം. ഓതി പഠിച്ചവർ പറയും എന്തിനാ പോകണേ, നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടില്ലേ. ഇമാമിങ്ങൾ പറഞ്ഞു കിതാബ് പഠിച്ചത് കൊണ്ട് ഇത് തീരുമാനാകൂല, പഠിപ്പുള്ളത് കൊണ്ട് തീരുമാനമാകുമെങ്കിൽ ഒസാലി ഇമാം നാട് വിടേണ്ടതില്ല. അപ്പൊ ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാർഗത്തെ അതിനെ കത്തിവെക്കുകയാണ്. നമ്മൾ ജമാഅത്ത് നിസ്കാരം ഇമാമും മൗമൂമും ഒരാൾ അങ്ങനെ എല്ലാവരും ഒന്നും മൗമൂമാകാൻ പറ്റൂല. മൗമൂമാകണമെങ്കിൽ എല്ലാ ഫിഖുഹും അക്കീദയും തസവുഫും ഒക്കെ പഠിച്ചിട്ട് പള്ളിനെ വാദിക്കൽ ഇങ്ങനെ മൗമൂമ ഇതൊക്കെ പഠിച്ചിട്ട് വാ.
ഇനി എല്ലാവരും മുസ്ലിം ആകാൻ പറ്റൂല, പിന്നെ സാലിക്കിനെ പറ്റുള്ളൂ. എന്ത്? പരലോക വിജയം ഉദ്ദേശിക്കുന്ന ആൾക്കേ മുസ്ലിം ആകാൻ പറ്റൂ. ആ ഉദ്ദേശം നീ കയറിയാൽ മതി. എന്തെല്ലാം വിളിച്ചു പറയാ. മശായിഖന്മാരെ മാർഗം അത് നിർബന്ധമാണ്. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല. അള്ളാന്റെ ആളുകളുണ്ടോ അവരെ ഹളറത്തിലേക്ക് നമ്മൾ എത്തണം. എത്രയും സ്പീഡിൽ എത്താൻ പറ്റുമോ അത്രത്തോളം ധൃതിയിൽ നടക്കണം. അത് ദൂര നാടാണോ ആ നാട്ടിലേക്ക് സഞ്ചരിക്കണം. അത് നിർബന്ധമാണെന്നാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ. അവിടെ ചെല്ലുമ്പം അത് നമ്മളെ സമസ്ത സംഘടന മൂല്യാരമാലയില്ല. അവർക്ക് തിരിയും ഇതാരാണ്. അത് പണ്ഡിതനെ അവർ പാമരനാക്കും. അതല്ലേ, പാമരനെ അവർ പണ്ഡിതനാക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ബദർ മൗലിദൊക്കെ ഉണ്ടാക്കിയ അബ്ദുൽ ഖാദർ സാനി, പിന്നെ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരെ മൗലിദിൽ കാണാം. കണ്ണൂർ പുറത്തിയിൽ അബ്ദുൽ ഖാദർ സാനി, അവരെ ചരിത്രം. അവർ പൊന്നാനിയിലേക്ക് വരികയാണ്. പൊന്നാനിയിലേക്കുള്ള യാത്രയിൽ അവിടെ കൃഷിപ്പണി എടുക്കുന്ന ഒരു സാധാരണക്കാരൻ അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. അയാൾ ആ കൈക്കോട്ടും പിക്കാസൊക്കെ അവിടെ വെച്ച് ഷെയ്ഖിൻ്റെ കൂടെ പോയി. പക്കാ സാധാരണക്കാരൻ. പൊന്നാനിയിലെത്തിയപ്പോൾ കുറച്ചാളുകൾ ഷെയ്ഖിന് വിവരമുണ്ടോ എന്ന് പരിശോധിക്കാൻ വരികയാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വയൽ നടത്തണം, ഒരു ഖുതുബയൊക്കെ നടത്തണമെന്ന്. ആൾക്ക് ഷെയ്ഖിന് വിവരമുണ്ടോ പരിശോധിക്കാനാണ്. അബ്ദുൽ ഖാദർ ഷെയ്ഖ് അവർകൾ പറഞ്ഞ് ഈ കൂടുള്ള ഈ കൃഷിപ്പണിക്കാരോട്, എടാ മിമ്പറിൽ കയറി. സുബ്ഹാന ജല്ല ജലാലു, അയാളാകെ ഞെട്ടിപ്പോവുകയാണ്. അയാൾ ഉണ്ടായാലും ഒന്നും പഠിച്ചിട്ടില്ല. ഷെയ്ഖിന് വിവരം പരിശോധിക്കുമ്പം അതിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കണം. അവിടെ കൽപ്പന വന്നു കയറാൻ. ആ വാക്കിൽ മനസ്സിലായി കയറണം. വലിയ ആലിമീങ്ങൾ പറയുന്നതിനേക്കാൾ ഉത്തമമായ അറബിയിൽ ഇബാറത്തുകളും എല്ലാം വായിച്ചുകൊണ്ട് വലിയ പ്രസംഗം നടത്തിയെന്നാണ് വിവരം മാറുകൊടുത്തു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി. മുഹിയുദ്ദീൻ മാലിൽ പാടിലെ അഫ്വൽ കുലം ഫുക്കിയ, പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വിട്ടോവർ. ഇപ്പം അങ്ങോട്ട് മുസ്ലിം ആയതാണ്. അയാളെ അബ്ദാലീങ്ങൾ എന്നുള്ള ആ പദവിയിലേക്ക് കയറ്റി കൊടുത്തു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ഖുതുബുൽ അഖ്താബ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പം നിങ്ങളിങ്ങനെ മൂടിപ്പോച്ചുണ്ടാക്കേണ്ടത്, മശായിഖന്മാരെ സന്നിധി എല്ലാവരും പോകണം. അത് സാധാരണക്കാർ പോകുന്നുണ്ട്. പോകാത്തവർ നിങ്ങളെപ്പോലെ ഈ പിഴച്ച വിശ്വാസവും അതുപോലെ തന്നെ ഈ മണ്ടരി ബാധിച്ച ഇൽമു നേടിയ ആൾക്കാരാണ്. എന്നിട്ട് പണ്ട് നിന്നിട്ട് ഈ പണ്ടന്മാരൊക്കെ പോകുന്നുണ്ടോ? വല്ല ഷെയ്ഖും വന്നാൽ അവർ പറയും ഷെയ്ഖ് ഇല്ലാന്ന്, അല്ലെങ്കിൽ ഷർത്തോത്തിട്ടില്ല. ദീനിന്റെ മേഖലയിൽ ഇവര് മൻഅകൾ പിന്നെ തടസ്സം സൃഷ്ടിക്കുകയാണ്. അപ്പം മശായിഖന്മാരെ സന്നിധി സാധാരണക്കാരൻ പണ്ഡിതൻ എന്നുള്ള വ്യത്യാസമില്ല. അവിടത്തേക്ക് എല്ലാവരും ഓടിയെത്തണം. ഏതുപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് എത്തിയതുപോലെ ആ സന്നിധിയിൽ എത്തിയാൽ അപ്പോൾ ആ മശായിഖന്മാരെ പറ്റി തിരിയാന്ന് പറഞ്ഞാൽ അവിടുത്തെ പല അവസ്ഥകളും മനസ്സിലാവും. അപ്പോഴാണ് കറാമത്തുകളെ കുറിച്ച് വിശ്വാസം ഉണ്ടാവുള്ളൂ. അത് അവിടെ നിന്നുണ്ടാണതാണ്. അല്ലെങ്കിൽ കറാമത്ത് നിഷേധികളായി മാറും. അവർ പറയുന്ന സംസാരങ്ങൾ മിഅ്റാജ് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾക്ക് വിശ്വാസമായി പല ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് റസൂലിന്റെ സന്നിധിയിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. മാല മൗലിദുകൾ നിഷേധിക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും മശായിഖന്മാരോട് ബന്ധമില്ല.